നമ്മുടെ ഇന്നത്തെ ഗെയിമാണ് വിയർഡ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് പാർട്ട് 2. യെസ്, നമ്മൾ ഇതിന് മുമ്പേ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടി വെറൈറ്റി ആയിട്ട് നമ്മളൊരു ഗെയിമും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാനുള്ള സെറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വെറുതെ ജയിക്കാൻ പറ്റത്തില്ല ഗൈസ്. നേരത്തെ പറഞ്ഞു ഫുൾ ലക്ക് ഡിപ്പെൻഡ് ആയിരുന്നു, അതായിരുന്നു എവര് ജയിക്കുന്ന. പക്ഷെ ഇപ്പോഴാകുമ്പോൾ ചലഞ്ച്, അതുകൊണ്ടാണ് ഞാൻ ജയിക്കുന്നത്. മനസ്സിലായി? കാരണം കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് നമുക്ക് ജയിക്കാൻ പറ്റും ഗൈസ്. അപ്പൊ ആരാണ് ഇന്നത്തെ ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്? ഞാന്, അച്ഛനെ, ഞങ്ങൾ 3 പേര് ചേർന്നാണ് ഇന്നത്തെ ഗെയിം. അമ്മയാണ് ഇന്നത്തെ റഫറി. അപ്പം ഗൈസ് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലോട്ടുള്ള ഗെയിം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അച്ഛനും കൊച്ചോടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴേ കമന്റ് ചെയ്യുക ഗൈസ്, ആരായിരിക്കും ഗൈസ് നമ്മുടെ ഗെയിമിൽ വിൻ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ ഇന്നത്തെ ഗെയിം വേറെ ഒന്നുമില്ല, ടേബിൾ ടെന്നീസ് ഉണ്ടല്ലോ, ടെന്നീസ് പോലെ കൊച്ചിന്റെ എറിയുന്ന കപ്പാണ്. ഇങ്ങനെ എറിയുക, കൊച്ചു അത് ക്യാച്ച് ചെയ്യുക. ഒരെണ്ണേ പറ്റുള്ളൂ. കുറച്ചുകൂടെ പട്ടിശയുണ്ട്. പോയി അച്ഛൻ്റെ കൂടെ കേട്ടോ. അച്ഛാ വെയിറ്റ്, ഒരെണ്ണം പൂരി വിടരുത് കേട്ടോ. ഓക്കെ അച്ഛനാണ് വിജയിച്ചിരിക്കുന്നത്. ഹേ ഗൈസ്, അപ്പൊ അതിവിദഗ്ധമായി ഞാൻ ഗെയിമിൽ വിജയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് ഫുഡ് ചൂസ് ചെയ്യാനുള്ള അവസരമാണ്. അല്ലടാ, ഞാൻ കണ്ടായിരുന്നു മാല ഇങ്ങനെ ഓടുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് അച്ഛനാണ്. അപ്പൊ അച്ഛനാണ് ആദ്യം ഫുഡ് ചൂസ് ചെയ്യുന്നത്. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നത് നൂഡിൽസ് ആണ് കേട്ടോ. ഫസ്റ്റ് അച്ഛന് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് അച്ഛന് വിയേർഡ് ഫുഡ് ആണെങ്കിൽ അച്ഛന് ഒന്നും കൂടെ ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതിന് കിട്ടുന്ന ഫുഡ് നമ്മുടെ ഇടയിൽ ആർക്കും തരാം. ഫസ്റ്റ് കിട്ടിയ കൊള്ളാത്ത ഫുഡ് ആർക്കെങ്കിലും കൊടുക്കാവേ. ആണ്ടവനെ അറുമുഖനെ മൂത്ത പോലെ എടുത്തിരിക്കുന്നത് എടുക്കുക.
ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ തന്നെ കഴിക്കാം. അത് വേണ്ടത്. അപ്പൊ ചൂസ് ചെയ്തോ. മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് അവിടെ അവനൊരു വിഷമം ഉണ്ടായാലേ. ടൊമാറ്റോ സോസ് ഇച്ചിരി വെളിയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. അച്ഛന് കിട്ടിയിരിക്കുന്നത് ടൊമാറ്റോ സോസ് ആണ്. അപ്പം ഈ ജാം ഒരാൾക്ക് കൊടുക്കണം. അച്ഛ അപ്പൊ ആർക്കാ കൊടുക്കുന്ന? കൊടുത്തോ അച്ഛാ, ഇവനെ തന്നെ കൊടുത്തോ. എനിക്ക് വേണ്ട. ഇത് ഇറങ്ങുന്ന ആ അത് നീ അല്ലേലും അച്ഛന്മാർക്കല്ലേ ഇളയ മക്കളോടാ സ്നേഹം. ഓക്കെ, അല്ല അച്ഛൻ എന്നോടാ സ്നേഹം. അടിപൊളി ജാമുണ്ട്. ജാമ് നമുക്ക് ജാം ഇച്ചിരി എന്നാലും ഒരു വിയർഡ് കോംബോ ആണ്. ജാം ഇങ്ങനെ മിക്സ് ചെയ്യണം. എങ്ങനെയുണ്ടെന്ന് കറക്റ്റ് ടേസ്റ്റ് പറയാം. ജാം സ്പൂണ് ഒന്നും പറയല്ലേ, എല്ലാം മുഖത്തൊന്ന് കാണാറുണ്ട്. നമ്മളൊരു പഴയ ചുമയുടെ മരുന്നുണ്ടല്ലോ, അതിന്റെ ഒരു ഇതല്ലേ. സൗണ്ട് കേട്ടത്. എനിക്കിപ്പോ പണി കിട്ടിയേ, പ്രത്യേകിച്ച് പണി കിട്ടുമ്പോ വേറെ ഫീലിങ്സ് ഒന്നുമില്ല. പെപ്സി ആൻഡ് യെപ്പി. ഗൈസ്, പെപ്സി പഴങ്കഞ്ഞിയാണ് ഞാൻ കുടിക്കുന്നത്. കുച്ചോടാ നീ ഉണ്ടോടാൻ കൂടിട്ട് ഞെവിടാ കൈനിച്ച് ഉണക്കമീൻ വെച്ച് ഞാൻ വായിലെടുത്ത് വെച്ച് ഞാൻ ഒരൊറ്റ ചെറുപ്പത്തിൽ എറിപ്പിക്കും. ന്യായം വിട്ടത് മതി, ഇങ്ങോട്ട് തിന്നെ. മണ്ണല്ലേ തിന്നോക്കെടുത്ത് തുപ്പിട്ട് എടുത്ത് തിന്നോക്കാൻ കൊള്ളത്തില്ലടാ. ചൈനീസുകാരന്മാർ ഇങ്ങനെ കഴിക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പൊ ഗായ്സ്, ഫസ്റ്റ് റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് അച്ഛനാണ് കേട്ടോ. അപ്പൊ ഗായ്സ്, ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് അടുത്ത റൗണ്ടിൽ പോവാം. ഓക്കെ, ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ഗെയിമിലോട്ട് പോവാട്ടോ. ഈ ഗെയിം അറിയാലോ, ത്രോ ദ ഗ്ലാസ്. ഇത് എറിഞ്ഞ് തറയിടാം, അത്രേ ഉള്ളൂ. സിമ്പിൾ. ഒറ്റ എറിഞ്ഞ് എല്ലാം വീഴും. ഇത് വീഴും. നാല് ഗ്ലാസ്. രണ്ടെണ്ണം. ഞാൻ I am the winner of the India. ഗൈസ്, അപ്പോ അതിവിദഗ്ധമായി ഞാൻ ഈ ഗെയിമിൽ വിജയിച്ചിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ആർക്കൊന്നും എന്നെ പ്രശംസിക്കാനൊന്നും തോന്നുന്നില്ല. ഭയങ്കര സംഭവം. നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിൽ കോമൺ ആയിട്ട് എത്തിക്കുന്ന റൈസ് ആണ്. അപ്പൊ ഇതിനോട് ഏത് ബിയേഡ് ആയിരിക്കും ഗൈസ് വരാൻ പോകുന്നത്? ഞാൻ തീരുമാനിക്കും. ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, അതിനകത്ത് ഏറ്റവും വൃത്തിയായിട്ട സാധനം നീ, അത് ഉറപ്പാ. പാൽ. അച്ചേട്ടോ, അടുത്ത കിട്ടുന്ന നീ തന്നെ എടുക്കണം. തൈരാണേ എനിക്ക്. ഇതെനിക്ക് ഇന്നും കുഴപ്പമില്ല. ഇല്ലല്ലോ, ഒന്നും തരത്തില്ല. തൈരും ചോറും പച്ചമുളകാണ് ഗൈസ്, പച്ചമുളക്. ഫസ്റ്റ് ഞാൻ കഴിക്കാം, നിങ്ങളെല്ലാവരും നോക്ക്. അങ്ങനെ ഉണ്ടോ? ശരി, ലേശം തൈര് കേട്ടോ. വായ്പളം ഇരുന്നു അത് കണ്ടോ? തൈരും
വായിൽ വെള്ളം വന്നു കേട്ടോ. വായിൽ വെള്ളം വന്നു. ഞാൻ കഴിച്ചാലടാ. എന്നിട്ട് നമ്മളിങ്ങനെ കുടിക്കുക. അങ്ങനെ എടുത്തിട്ട് ഇളക്കും. നല്ല മിക്സ് വെല്ല് കേട്ടോ. രസത്തിന്റെ കളറല്ലേ? ഞാൻ വായി തരണോ? ഇത് ഇച്ചിരി ഒന്ന് മറിച്ചിട്ട് ഇതിന് പായസോ? നീ ചന്ദ്രനെ കുഴപ്പമില്ല. അപ്പൊ ഗൈസിനോട് പറ ഇത് കൊള്ള വന്യജീവിയെ കണ്ടെത്തി. കൊല്ലം ചടയമംഗലത്ത് വന്യജീവിയെ കണ്ടെത്തിയിരിക്കുന്നു. കൊള്ളാം, ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ കഴിക്കാൻ വേണ്ടി കുഴപ്പമില്ല. അതിന്റെ പാല് കൂട്ടിയിട്ട് മതിയേ. അടുത്ത റൗണ്ടിലോട്ട് പോവാം. അപ്പൊ ഗൈസ് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലോട്ട് പോവാണ്. നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലെ ഗെയിം ഇതാണ്. സംഭവം ഇതാണ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 2 കൈ വെച്ച് ഗ്ലാസ് ഇങ്ങനെ പണിയായിരുന്നു. ഇങ്ങനെ നല്ല കോൺസെൻട്രേഷൻ വേണം. എനിക്ക് ഇങ്ങനെ തകർക്കാൻ ഇഷ്ടം. അച്ഛൻ വിജയിച്ചിരിക്കുന്നു. ഇത് തോൽവേടാ നീ. ഞാൻ ഇല്ലാത്തപ്പോ എല്ലാവരും വിജയിക്കും. ശരിയാ. നമ്മൾ കോമൺ ആയിട്ട് ഇരിക്കുന്ന പഴം നാടൻ പഴം നമ്മുടെ വീട്ടിൽ വിളയിഞ്ചല്ല വിളയിച്ച പഴം. ഓക്കെ, ഇതേ ഉള്ളൂ. അതല്ല. ഐസ്ക്രീം അച്ഛൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലടാ. അച്ഛാ കൊടുക്കണം. വേണ്ട. അച്ഛാ ഉള്ളവരില്ലാത്തവന് കൊടുക്കണോന്നാ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇത് മതി, എനിക്ക് ഇഷ്ടമായിട്ട് തോന്നി. അത് പറ്റത്തില്ല, ഇത് ഞാൻ എടുത്തതാ. ഉപ്പാ ഈ ഉപ്പ് ശാവ ഞാൻ എവിടെ കൊണ്ട് തീർക്കുമെന്ന് എനിക്കറിയാൻ പറ്റും. അന്ന് തണ്ണിമത്തനുമായിട്ട് ഉപ്പ് തിന്ന്, പഴമായിട്ട് ഉപ്പ് തിന്ന്. ഉപ്പ് ശാപമുണ്ട്. ഞാൻ ഇല്ലാത്തത് അതാ അച്ഛൻ ഇല്ലാത്തതിന്റെ ഒരു വിഷയമായിരുന്നു. ഇപ്പൊ കറക്റ്റ് ആയി. ഇന്നത്തെ ദിവസം ഫുള്ള് പോരാ കേട്ടോ. അതിനകത്ത് മുക്കണം 2 മുക്കി കഴിഞ്ഞാൽ. ഏ അതല്ല ഇത്, ഇതിലെ മുക്ക്. പക്ഷെ ഉപ്പ് നല്ല കോമ്പിനേഷൻ തരാം. മുക്ക്. അങ്ങനെ പറയലടാ ബാബേ. തിന്നടാ, തിന്ന നല്ല കുലുക്കി തിന്നെ. ഇറക്കണേ ഇറക്കണേ. ഡോണ്ട് ഇറക്കടാ.
വേണ്ടപ്പാ അമ്മ വേണ്ട ടൊമാറ്റോ വേണ്ടാ അമ്മേ 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 ഇതെന്തോ ഇത് ചോരണക്കിരിക്കുന്നു അത് കൊള്ളാം. വളരെ മികച്ച ഒരു ഗെയിം ആയിരുന്നു അടിപൊളി ഗെയിം ആയിരുന്നു. അച്ഛനാണ് വിജയിച്ചത് 3 റൗണ്ടിൽ 2 റൗണ്ടും അച്ഛൻ വിജയിച്ചു. ഗെയിംസിൽ വിജയിച്ചു, അല്ല ചൂസ് ചെയ്യുന്നതിലും അച്ഛൻ വിജയിച്ചു. ഇന്ന് പ്രവീണ് ലോക തോൽവിയായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയ നല്ല രീതിക്ക് സന്തോഷമുണ്ട്. ഞാൻ അത്രയും കുഴപ്പമില്ല, ഞാൻ 1 റൗണ്ട് ജയിച്ചു. ഞാൻ 1 റൗണ്ട് ജയിച്ചില്ല ഗൈസ്. ഹോപ്പ് അടുത്ത റൗണ്ട് നമ്മൾ ജയിക്കുന്നതാണ് ഗൈസ്. അപ്പൊ ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഈ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ. ഒന്നൂടെ അമ്മ എല്ലാം പിടിക്കണല്ലേ.